ഹായ് ഫ്രണ്ട്സ്, ഷെഫീസ് ഡ്രീം വേൾഡിലേക്ക് സ്വാഗതം. വളരെ ടേസ്റ്റിയും ക്രീമി ആയിട്ടുള്ള ഒരു മത്തിക്കറിയുടെ റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട. അപ്പോൾ നമുക്ക് ഇതിലേക്ക് വേണ്ടത് ഒരു 8 മത്തി എടുത്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഒരു 2 പേർക്ക് കഴിക്കേണ്ട രീതിയിലാണ് തയ്യാറാക്കുന്നത് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടത് 2 പീസ് കുടംപുളി ഇതുപോലെ ചുടുവെള്ളത്തിൽ ഇട്ടെടുത്തതാണ്. അപ്പോൾ ഇനി നമുക്കിതിവിടെ മാറ്റി വെക്കാം. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് ഒരു പിടി ചെറിയ ഉള്ളി, അതുപോലെ ഒരു 5 അല്ലി വെളുത്തുള്ളി, ഒരു പീസ് ഇഞ്ചി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിവിടെ മാറ്റി വെക്കാം. നമുക്കിതൊന്ന് ചെറുതായിട്ട് നീളത്തിൽ കട്ട് ചെയ്തെടുക്കണം. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് തേങ്ങാപ്പാലാണ് കേട്ടോ. ഞാനിവിടെ എടുത്തിട്ടുള്ളത് മാഗിയുടെ ക്രീമി കോക്കനട്ട് മിൽക്ക് പൗഡറാണ് എടുത്തിട്ടുള്ളത്. ഒരു 4 ടേബിൾ സ്പൂൺ ചെറു ചൂടുവെള്ളത്തിൽ, ഒരു കപ്പ് വെള്ളത്തിൽ ഞാൻ ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ കേട്ടോ. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഇതില്ലെങ്കിൽ നിങ്ങൾക്ക് തേങ്ങാപ്പാൽ ചേർത്താലും മതി കേട്ടോ. ഇനി നമുക്ക് ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാം. അതുപോലെ ഇതിലേക്ക് ഒരു 4 പച്ചമുളക് കൂടി എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാൻ കാണിക്കാൻ വിട്ടുപോയതാണ്. ഇതുപോലെ ഒന്ന് നീളത്തിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചെറിയുള്ളി, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ഒന്ന് വഴറ്റിയെടുക്കാനുണ്ട്. ചട്ടി ഇതുപോലെ ഗ്യാസിൽ വെക്കുമ്പോൾ ഇതുപോലെ പൊട്ടി പോകുന്നുണ്ട്. അപ്പോൾ പുറത്തേക്ക് ലീക്കൊന്നുമില്ല, കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ ഇതുപോലെ പൊട്ടൽ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ടിപ്സ് എന്തെങ്കിലും അറിയെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട കേട്ടോ. അപ്പോൾ നമ്മൾ ചട്ടി ഒന്ന് ചൂടായിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് കേട്ടോ. അതൊന്ന് ചൂടായി വരുമ്പോൾ നമുക്ക് ഇതിലേക്ക് പച്ചമുളക് ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് പച്ചപ്പൊന്ന് മാറുന്ന വരെ ഒന്ന് വഴറ്റിയിട്ട് നമുക്ക് ഈ എണ്ണയിൽ നിന്ന് കോരിയെടുക്കാം കേട്ടോ. ഇനി നമുക്കിത് ലാസ്റ്റ് ചേർത്ത് കൊടുക്കാനുള്ളതാണ്. ഇനി നമുക്ക് ഇതേ ഓയിലിലേക്ക് തന്നെ ഇഞ്ചി വെളുത്തുള്ളിയും കൂടി ചേർത്തിട്ട് ഒന്ന് പച്ചപ്പ് പോകുന്ന വരെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി നമുക്ക് കട്ട് ചെയ്ത് വെച്ച ഉള്ളി കൂടി ചേർത്തിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം. നല്ല രീതിയിൽ തന്നെ വഴറ്റിയെടുക്കുക. ഇതിലേക്ക് കുറച്ച് ഉപ്പ് കൂടി ചേർത്തിട്ടുണ്ട് കേട്ടോ. ഒന്ന് പെട്ടെന്ന് വഴണ്ടി കിട്ടാനായിട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്തിട്ടുണ്ട്. ഉള്ളിയോടെ വഴറ്റിയെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതിലേക്ക് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം. ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടിയും, ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും, ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് കേട്ടോ. എരിവൊക്കെ അവനവൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി നമുക്ക് മസാലയുടെ പച്ചക്കുത്തൊന്ന് മാറുമ്പോൾ നമുക്ക് ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ച കുടംപുളി വെള്ളത്തിൽ കുതിർത്തത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. എന്നിട്ട് നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം കൂടി ഒഴിച്ചിട്ട് നമുക്കിതൊന്ന് മൂടി വെച്ചിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. ഇതിലേക്ക് കറിവേപ്പില ഇടാൻ മറന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം നമുക്കൊരു തണ്ട് കറിവേപ്പില കൂടി ഇട്ടിട്ട് ഇതൊന്ന് മൂടി വെച്ചിട്ടൊന്ന് നല്ല രീതിയിൽ വേവിച്ചെടുക്കാം. കറി ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട് കേട്ടോ. നമ്മുടെ ഇട്ട ഇഞ്ചി വെളുത്തുള്ളിയുടെ പച്ചപ്പൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ക്ലീൻ ചെയ്ത് വെച്ച മീനും കൂടി ഇട്ട് കൊടുക്കാം. മീൻ ഇട്ടതിന് ശേഷം ഒരുപാട് അങ്ങ് തവി വെച്ചിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണ്ട കേട്ടോ. നമുക്ക് അതിൻ്റെ കറി ഒന്ന് മുകളിലായിട്ട് ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ. അല്ലെങ്കിൽ മീൻ ഉടഞ്ഞു പോകും, കാണാനും ഒരു ഭംഗി ഉണ്ടാവില്ല സെർവ് ചെയ്യുമ്പോൾ. അപ്പോൾ നമുക്കത് തവി വെച്ചിട്ടൊന്ന് ഇതിൻ്റെ മുകളിലായിട്ട് ഈ മസാല ഒന്ന് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നമുക്കിതൊന്ന് മൂടി വെച്ചിട്ട് നല്ല രീതിയിലൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ഇതിവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. നല്ല രീതിയിൽ വെന്ത് കിട്ടിയിട്ടുണ്ട് മീൻ. ഒരുപാട് അങ്ങ് വെന്തിട്ടില്ല, എന്നാൽ അത്യാവശ്യം വേവും ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് തീ ഒന്ന് കുറച്ച് വെച്ചതിന് ശേഷം നമുക്ക് ഇതിലേക്ക് തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കാം. നമ്മളിത് ചട്ടി വെച്ചിട്ട് തന്നെ ഒന്ന് ഇളക്കിയെടുത്താൽ മതിയിട്ട്, അല്ലെങ്കിൽ മീൻ ഉടഞ്ഞു പോകും. അപ്പോൾ നമുക്ക് കാണാൻ സെർവ് ചെയ്യുമ്പോൾ ഭംഗി ഉണ്ടാവില്ല. അതുപോലെ മീൻ ഫുള്ള് മുള്ളായിരിക്കും, കറി മൊത്തം മുള്ളായിരിക്കും. അപ്പോൾ ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി. കറി നമ്മൾ തേങ്ങാപ്പാൽ ഒഴിച്ചതിന് ശേഷം ഒരു തിള വന്നപ്പോൾ നമ്മൾ തീ ഓഫ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് നമ്മൾ നേരത്തെ കോരിയെടുത്ത പച്ചമുളക് ഇതിൻ്റെ മുകളിലായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നമുക്കിതൊന്ന് മൂടി വെച്ചിട്ട് ഒന്ന് തണുക്കാനായിട്ട് മാറ്റി വെക്കട്ടെ. ഈ പച്ചമുളക് ഇതുപോലെ നമ്മൾ പച്ചക്ക് ഇടുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ആയിട്ട് അതിൻ്റെ ഫ്ലേവറൊക്കെ ആ കറിയിലേക്ക് ഇറങ്ങുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റിയാണ്. അപ്പോൾ നമുക്കിനി ഇതൊന്ന് മൂടി വെക്കാം. അപ്പോൾ നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇത് ഇരിക്കും തോറും ചെറുതായിട്ടൊന്ന് കുറുകി വരും കേട്ടോ. അപ്പോൾ നല്ല ക്രീമിയാണ്, അതുപോലെ നല്ല ടേസ്റ്റിയാണ് കേട്ടോ. നമ്മളിത് ചോറിൻ്റെ കൂടെ കഴിക്കുന്നതിലേറെ നല്ലത് പത്തിരി അതുപോലെ പൊറാട്ടയുടെ കൂടെയൊക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണ് കേട്ടോ. അപ്പോൾ ഇനി തേങ്ങ അരച്ചിട്ട് വെക്കുന്നതിന് പകരം ഇതുപോലെ ഒന്ന് തേങ്ങാപ്പാലൊന്ന് ചേർത്തിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള കറിയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കാൻ മറക്കണ്ട. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്കും ഷെയറും കൂടെ സബ്സ്ക്രൈബും ചെയ്യണേ. മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും വരാം.